ഭഗവാന്റെ 9ാമത്തെ അവതാരമായ ശ്രീകൃഷ്ണന്റെ പേരിലാണ് ക്ഷേത്രം പ്രസിദ്ധി ആർജിച്ചിരിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയായ മഹാവിഷ്ണുവിന്റെ രൂപം ദ്വാപരയുഗത്തിൽ ദേവകി പൂജിച്ചിരുന്നതായാണ് ഐതിഹ്യം പറയുന്നത്. അങ്ങനെ യുഗയുഗാന്തരം പഴക്കമുള്ള ആ വിഗ്രഹം ഭഗവാൻ ശ്രീകൃഷ്ണൻ കാരാഗ്രഹവാസം അനുഭവിക്കുന്ന തൻ്റെ മാതാപിതാക്കളായ ദേവകിക്കും വസുദേവർക്കും ദർശനം നൽകിയ രൂപമാണെന്നും പറയപ്പെടുന്നു. ദ്വാപരയുഗത്തിന്റെ അവസാനത്തോടെ ഭഗവാൻ സ്വർഗാരോഹണം ചെയ്യുകയും ദ്വാരക കടലെടുക്കുകയും ഈ വിഗ്രഹം കടലിൽ മുങ്ങിപ്പോവുകയും ചെയ്തു. അങ്ങനെ കുറച്ചു കാലങ്ങൾക്ക് ശേഷം ദക്ഷിണേന്ത്യയുടെ തെക്ക് ഭാഗത്തായി വിഗ്രഹം പൊന്തി വന്നു. ഉദ്ധവരുടെ നിർദ്ദേശപ്രകാരം വിഗ്രഹം പ്രതിഷ്ഠിക്കാനായി ഗുരുവായ ബൃഹസ്പതിയും വായുദേവനും ഒരു സ്ഥലം കണ്ടെത്തി. അതായിരുന്നു ഗുരുവായൂർ. അവിടെ ഗുരുവും വായുവും ചേർന്ന് വിഗ്രഹം പ്രതിഷ്ഠ ചെയ്തതിനാലാണ് ക്ഷേത്രം പിന്നീട് ഗുരുവായൂർ എന്ന് അറിയപ്പെട്ടത്.